പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. കാര്യങ്ങളെല്ലാം മാറിക്കഴിഞ്ഞുവെന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി ആവർത്തിച്ചു പറയുന്നത്. ഇനിയിപ്പോൾ പൊളിമിക്സ് കുടിലിൻ്റെ ഉമ്മറത്ത് തന്നെ ആയതിനാൽ ഇതൊന്നും അറിയാഞ്ഞിട്ടാണോ എന്തോ. ഏതായാലും ഇനിയൊന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ ആർക്കാണ് ഒരു മാറ്റം ഇഷ്ടമില്ലാത്തത്? അങ്ങനെ കളിതമാശ ആരംഭിക്കുകയാണ്. ആദ്യത്തെ ഐറ്റം കുട്ടികളിയാണ്. ഈ പിള്ളേരുടെ അതിയായ ആഗ്രഹമായിരുന്നു നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഈ ഒരു പ്രോഗ്രാം ചെയ്യാന്നുള്ളത്. അതില് ഞങ്ങളുടെ മുഖ്യമന്ത്രിക്ക് വേണ്ടി മാത്രം ഞങ്ങൾ ഈ പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കുന്നു. കഥയറിയാതെ ആട്ടം കാണിച്ചു എന്ന് പറയണ്ട. ബാലസംഘം സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന വേദിയാണ് കഥാസന്ദർഭം. 1938 ഡിസംബർ 28 കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരിയിൽ രൂപം കൊണ്ട ഒരു ബാലപ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പിന്നീട് ഇങ്ങോട്ട് 78 വർഷത്തിനിപ്പുറം ബാലസംഘം 4ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ ഒത്തുചേരുമ്പോൾ ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും വലിയ ബാലപ്രസ്ഥാനമായിട്ടാണ് നമ്മൾ ഈ വേദിയിലകത്തിരിക്കുന്നത് എന്ന വലിയ അഭിമാനത്തോടെയാണ് ഈ പൊതുസമ്മേളനത്തെ ഞങ്ങളേവരും അഭിസംബോധന ചെയ്യുന്നത്. 1938 കല്യാശ്ശേരി കഥയൊക്കെ ഈ കൊച്ചുമിടുക്കിക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ അവരുടെ നാടറിഞ്ഞിരിക്കണം എന്നാണ് ഉത്തരം. പാറപ്രം. വെറും പാറപ്രമല്ല, സാക്ഷാൽ പിണറായി പാറപ്രമാണ് ഈ സഖാവിന്റെ നാട്. പ്രിയപ്പെട്ട EMSന്റെ ജന്മനാട്ടിൽ ബാലസംഘത്തിന്റെ 4ാം സംസ്ഥാന സമ്മേളനം ചേരുന്ന സമയത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങളെ ചർച്ചകൾക്ക് വിധേയമാക്കിക്കൊണ്ടാണ് 2 ദിവസക്കാലമായി ഞങ്ങൾ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഒത്തുചേർന്നിട്ടുള്ളത്. സംസ്ഥാന സമ്മേളനത്തിലെ ചർച്ചയൊക്കെ ഈ കൊച്ചുമിടുക്കിക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ അവരുടെ പദവി അറിഞ്ഞിരിക്കണം എന്നാണ് ഉത്തരം. ബാലസംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഈ സഖാവ്. നമുക്കറിയാം ഈ കാലഘട്ടത്തെ കുറിച്ച്. കുട്ടികൾക്കിടയിലേക്ക് വർഗീയത പടർത്താൻ വേണ്ടിയിട്ട് കൃഷ്ണവേഷം കെട്ടിക്കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ വീട്ടിൽ നിന്നും ചിലർ വന്നിറക്കിക്കൊണ്ടുപോകും. മറിച്ച് അവർ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചേൽപ്പിക്കുന്നത് കംസനാക്കി മാറ്റിയ, ആരെയും കൊലപ്പെടുത്താൻ പോലും ധൈര്യമുണ്ടാവുന്ന നമ്മുടെ കൂട്ടുകാരെയും കുഞ്ഞുങ്ങളെയുമാണ് എന്ന് നാം തിരിച്ചറിയുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ആനുകാലിക സാമൂഹിക പ്രശ്നങ്ങൾ ഇങ്ങനെ ആഴത്തിൽ അവലോകനം ചെയ്യാൻ ഈ കൊച്ചുമിടുക്കിക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അവരെന്തു പഠിക്കുന്നു എന്നറിഞ്ഞിരിക്കണമെന്നാണ് ഉത്തരം. തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയാണ് ബാലസംഘം പ്രസിഡന്റ്. EMSന്റെ തന്നെ ഗുരുവായ MP നാരായണ മേനോൻ, VT ഭട്ടതിരിപ്പാട്, ചെറുകാട് തുടങ്ങിയവരുടെയൊക്കെ ബാല്യം രൂപപ്പെട്ടു വന്നത് ഈ അന്തരീക്ഷത്തിലായിരുന്നു. കുട്ടിയായിരിക്കെ തന്നെ സമൂഹത്തെക്കുറിച്ചുള്ള കരുതൽ ഇവരെല്ലാം ഉള്ളിൽ സൂക്ഷിച്ചിരുന്നു. അവരാക്കുന്നത് ഒരു പ്രത്യേക രീതിയിൽ അവരെ വാർത്തെടുക്കുന്നത് ബാല്യം വഹിച്ച പങ്കുണ്ട്.
അതും നല്ലതുപോലെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടതാണ്. അതാണ് പോയിന്റ്. വിജയേട്ടൻ പറഞ്ഞതാണ് പൊളിറ്റിക്കൽ പോയിന്റ്. ഒരു പ്രത്യേക രീതിയിൽ അവരെ വാർത്തെടുക്കുന്നതിൽ ബാല്യം വഹിച്ച പങ്കുണ്ട്. അത് നല്ലതുപോലെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടതാണ്. നാടിന്റെ പതാകാവാഹകരായി ഈ പ്രസ്ഥാനത്തിലൂടെ നിരവധി പേരാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ആ നിരയിലേക്കാണ് ധിഷ്ണ പ്രസാദ് കടന്നു വരുന്നത്. മാവേലിക്കര ഏരിയ സെക്രട്ടറി ജയപ്രകാശ് നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രിയുടെ ചിത്രം സ്വന്തം കൈപ്പടയിൽ വരച്ചിട്ടുണ്ട്. തന്റെ അംഗപരിമിതികളെ മറികടന്ന് അത് കരുത്തായി കരുതി തന്റെ കഴിവിനെ പ്രോത്സാഹിപ്പിച്ച് ചിത്രം വരച്ചുകൊണ്ട് അങ്ങനെ ചിത്രം വരച്ച് കിട്ടുന്ന പണം തൊട്ടടുത്ത് തിരുവല്ലയിലെ ക്യാൻസർ സെന്ററിലെ രോഗികൾക്ക് വേണ്ടി നൽകിക്കൊണ്ട് പുത്തൻ ആശയം പകർന്നിട്ടാണ് കൂട്ടുകാരൻ ഈ വേദിയിൽ നിൽക്കുന്നത്. ഈ ചിത്രം കൈമാറുന്നതിനു വേണ്ടി ബാലസംഘം മാവേലിക്കര ഏരിയ സെക്രട്ടറി ജയപ്രകാശിനെയും ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെയും ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. കണ്ടില്ലേ പിണറായി വിജയേട്ടൻ്റെയൊക്കെ നാട്ടിൽ നിന്ന് വളർന്നു വരുന്ന മാർക്സിസ്റ്റ് മക്കളെ കണ്ടില്ലേ? കാണണം, കണ്ണു തുറന്നു കാണണം. എന്നാലേ കെ സുധാകരേട്ടൻ്റെ നെടുവീർപ്പിൻ്റെ ആഴം മനസ്സിലാകൂ. കോൺഗ്രസുകാരന്റെ കുടുംബത്തിലെ മക്കളെങ്കിലും കോൺഗ്രസ്സായി വന്നാൽ കോൺഗ്രസ് ഇവിടെ ഭരിക്കില്ല. അവർ നമ്മളോടൊപ്പം ഉണ്ടോ എന്നതാ ചോദ്യം. ഉണ്ടോ? നെഞ്ഞത്തെ കൈവച്ച് എത്ര പേർ പറയും എന്റെ മകൻ എന്റെ മകൾ എന്റെ വഴിയിലുണ്ട് എന്ന് പറയാൻ എത്ര പേർക്ക്? ഒരുപാട് നേതാക്കന്മാരുടെ മക്കൾ യുവമോർച്ചയാണ്, ABVP ആണ്, SFI ആണ്, DYFI ആണ് എന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം. കോളേജ് ഇലക്ഷന് മത്സരിക്കാൻ ഞങ്ങൾ നേതാക്കന്മാരെ വിളിച്ച് ചോദിക്കുമ്പോൾ പറയുമല്ല, അത് അവളെ ആഗ്രഹം, അത് അവന്റെ താല്പര്യം, ഞാനതിൽ ഇടപെടുന്നില്ല. സ്വന്തം വീട്ടിൻ്റെ അകത്ത് ഭാര്യയെയും മക്കളെയും കൂടെ നിർത്താൻ സാധിക്കാത്ത കോൺഗ്രസ് നേതാവ് ആരെ കോൺഗ്രസ് ആക്കാനാണ്? അതുകൊണ്ടാണ് സുധാകരേട്ടൻ വയനാട്ടിലെ DCC പ്രസിഡന്റിനോട് ഇങ്ങനെ ഉപദേശിച്ചത്. ചിന്തയിലും പ്രവൃത്തിയിലും കുടുംബത്തെ കൂടെ നിർത്താൻ സാധിക്കാത്ത കോൺഗ്രസ് എന്ത് കോൺഗ്രസാ? അതുകൊണ്ട് ICയോട് ഞാൻ പറയുന്നു, ആദ്യം റിക്രൂട്ട്മെന്റ് സ്വന്തം കോൺഗ്രസിന്റെ കുടുംബത്തിൽ നിന്നാവണം. ജവഹർ ബാലവേദി ഉണ്ടാക്കി, ബൂത്ത് തലത്തിൽ ജവഹർ ബാലവേദി ഉണ്ടാക്കി എന്റെ മക്കളെ, നമ്മുടെ പാർട്ടിയാക്കി മാറ്റാൻ സാധിക്കുന്ന നല്ല പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച് ഒരു തിരിച്ചു വരവിന് കളമൊരുക്കാൻ ICക്ക് സാധിക്കണം. തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കാനുള്ള കെ സുധാകരന്റെ കഠിന പ്രയത്നം കണ്ടു നിൽക്കാൻ കഴിയാത്തതിനാൽ ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ കോൺഗ്രസ് പ്രവർത്തനം ശക്തിപ്പെടുത്തുകയാണ്. കോൺഗ്രസിന്റെ കാലാൾപ്പട മെല്ലെ മെല്ലെ ശക്തിപ്പെട്ടു വരുന്നുണ്ട്. അതിനുള്ള കസർത്തും പരിശീലനവുമെല്ലാം മുറയ്ക്ക് നടക്കുന്നുണ്ട്.
കോൺഗ്രസ്സുകാർക്ക് ആവേശം കൊണ്ടിരിക്കാൻ വയ്യ. അതുകൊണ്ടവർ PSC ഓഫീസിന്റെ കവാടത്തിനുമേൽ വലിഞ്ഞുകയറി. പാവം ഡീൻ കുര്യാക്കോസ് ഇപ്പോഴും കള്ളനും പോലീസും കളിച്ച് നടക്കുകയാണ്. സമപ്രായക്കാരൊക്കെ ഓരോരോ DCCകളുടെ ഭർത്താക്കന്മാരായി. ഇടുക്കി ഭരിക്കുന്നത് ഇബ്രാഹിം കുട്ടിയാണ്. ഇബ്രാഹിം കുട്ടി കല്ലാർ. കേരളത്തിന്റെ മുൻകാല രാഷ്ട്രീയ പാരമ്പര്യങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് CM മണി വൈദ്യുതി മന്ത്രിയായി തുടരുന്ന ഘട്ടത്തിലാണ് കോൺഗ്രസ് ജനമനസാക്ഷി ഉണർത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു പരിപാടി ജനകീയ പ്രക്ഷോഭം എന്ന നിലയിൽ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നു. ഇനി ഏതായാലും MM മണിക്കെതിരെ സമരം ചെയ്തില്ല എന്നും പറഞ്ഞ് K മുരളീധരൻ ആളാവില്ലല്ലോ. ആ സമരം അങ്ങനെ അങ്ങ് തുടങ്ങി വെച്ചു. കോടതിയുടെ ചെറിയ പരാമർശത്തിന്റെ പേരിലാണ് K കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞത്. എത്രയോ മന്ത്രിമാർ സ്ഥാനങ്ങൾ രാജിവെച്ചിട്ടുണ്ട്. നരസിംഹറാവു ഗവൺമെന്റിൽ ജാർഖണ്ഡിൽ മന്ത്രിയായിരുന്ന ഷിബു സൊരൻ ഒരു കൊലപാതക കേസിൽ പ്രതിയായി വന്നപ്പോൾ അന്ന് നരസിംഹറാവു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ഷിബു സൊരന്റെ രാജി വാങ്ങി മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയാണ് ചെയ്തത്. എന്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി MM മണിയുടെ രാജി വാങ്ങുന്നില്ല? എന്തുകൊണ്ട് എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം വളരെ ലളിതമാണ്. അങ്ങനെ ഒരു കീഴ്വഴക്കം ഇപ്പോൾ കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ട്. അതുതന്നെ. നരസിംഹറാവുവിൻ്റെയും K കരുണാകരൻ്റെയും ഒക്കെ കഥ പഴയതല്ലേ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ ശേഷം നിയമത്തിൻ്റെ വഴിക്ക് അങ്ങ് പോവുകയല്ലായിരുന്നു. ഇവിടെ 3 കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. സംസ്ഥാനത്തൊരു മന്ത്രി വിചാരണ കോടതിയിൽ വന്ന് കൂട്ടിൽ കയറി നിൽക്കുന്നത് കേരളത്തിന് തന്നെ അപമാനമല്ലേ? മന്ത്രി വിചാരണയെ നേരിടാൻ പോകുന്നു. മന്ത്രി കൂട്ടിൽ കയറി നിന്ന് വിചാരണ നേരിടുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ജനതയ്ക്കുള്ള നേരെയുള്ള അപമാനം, ജനതയ്ക്ക് നേരിടേണ്ടി വരുന്ന അപമാനമാണ്. സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രി ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന് മുന്നിൽ ചോദ്യത്തിന് ഉത്തരം പറയാനായി കയ്യും കെട്ടി നിന്നുകൊടുത്തത് അപമാനമായിരുന്നില്ലേ? 2, മന്ത്രിയായിരിക്കുന്ന ഒരാളിന് നേരെ പ്രോസിക്യൂഷന് ഫലപ്രദമായി കേസ് ബാധിക്കാൻ കഴിയുമോ? ഇല്ല. 3, കേസിന്റെ അന്വേഷണം ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസിനും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും കഴിയുമോ? ഇല്ല. അപ്പോൾ ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒക്കെ ഭരിച്ചിരുന്നപ്പോൾ പോലീസും പ്രോസിക്യൂഷനുമെല്ലാം ആളും തരവും നോക്കിയാണ് കാര്യങ്ങൾ നടത്തിയിരുന്നതല്ലേ? തൊടുപുഴയ്ക്കടുത്ത് മണക്കാട്ട് നടത്തിയ പ്രസംഗം എന്താണ്? ലോകം മുഴുവൻ കേട്ട പ്രസംഗമല്ലേ? TP ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട യോഗത്തിലാണ് പറഞ്ഞത്.
ഞങ്ങൾ 4 പേരെ കൊന്നു എന്നുള്ള കാര്യം 1, 2, 3, 4 എന്നാ പറഞ്ഞത്. ഒരാളെ വെടിവെച്ച് കൊന്നു, ഒരാളെ ചവിട്ടിക്കൊന്നു, ഒരാളെ വെട്ടിക്കൊന്നു, ഒരാളെ കുത്തിക്കൊന്നു. 4 പേരെ കൊന്നുവെന്ന് ഇന്നത്തെ വിദ്യുത് ശക്തി മന്ത്രിയായ ശ്രീ മണി പരസ്യമായി ജനങ്ങളോട് ഒരു പൊതുസമ്മേളനത്തിൽ പറയുമ്പോൾ അതൊരു പുതിയ റെലവേഷനാണ്, അതൊരു പുതിയ വെളിപ്പെടുത്തലാണ്. ആ വെളിപ്പെടുത്തലിന്റെ പേരിൽ കേസെടുക്കാൻ പോലീസ് നിർബന്ധിതമാണ്. പറഞ്ഞു പറഞ്ഞ് കേസ് കുളമാക്കരുത് ലീഡറെ. 1, 2, 3 എന്നേ മണിയാശാൻ പറഞ്ഞുള്ളൂ. എണ്ണം കൂടിയാൽ കേസ് നിലനിൽക്കില്ല. നിന്നാലും നിന്നില്ലെങ്കിലും പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ നാടകവേദിയിൽ കാണാം. അതിനിടയിൽ ആ 50 ദിവസം അങ്ങ് കഴിഞ്ഞു പോയി കേട്ടോ. കാശില്ലാ രാജ്യത്തെ 50 ഡിജിറ്റൽ ദിനങ്ങൾ. ഒരു ഏകാധിപതിയായ പ്രധാനമന്ത്രിയുടെ തലതിരിഞ്ഞ നടപടി മൂലം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസമാണിത്. 50 ദിവസം എനിക്ക് തരൂ, ഇല്ലെങ്കിൽ 50 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ തൂക്കിക്കൊല്ലാമെന്നാ പറഞ്ഞു. 50 ദിവസം കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? തൂക്കിക്കൊല്ലണോ വേണ്ടയോ എന്നുള്ളത് വേറൊരു കാര്യമാണ്. തൂക്കിക്കൊല്ലാൻ പോയിട്ട് മറുപടി പറയിക്കാൻ പോലും സാധിക്കാത്ത പ്രതിപക്ഷം ഇപ്പോൾ പരിഹസിച്ച് പഠിക്കുകയാണ്. അതിൻ്റെ മത്സരമാണ് നടക്കുന്നത്. ആദ്യത്തെ ടീം കോഴിക്കോട്ടെ കാലാൾപ്പട. അവർ കോലത്തെ തൂക്കി കൃതാർത്ഥരായി. ഇനി കോഴിക്കോട്ടെ യൂത്ത് ലീഗ്. കച്ചവടക്കാർക്കടക്കം എവിടെ നിന്നാണ് ATM കാർഡ് കിട്ടാൻ പോകുന്നത്? അവർക്ക് പണ്ടേ പിടിവലിയിലാണ് കമ്പം. അത് കഴിഞ്ഞപ്പോഴുണ്ട് വേറൊരു കൂട്ടർ വരുന്നു. ജനതാദൾ യു മലപ്പുറത്തുമുണ്ട് എന്ന് തെളിയിക്കാൻ. നമ്മൾ അദ്ദേഹത്തെ പരസ്യമായി പ്രധാനമന്ത്രി പറഞ്ഞതാണ് തൂക്കിലേറ്റ. അതുകൊണ്ട് വിരോധമായി ഇന്നലെ പ്രധാനമന്ത്രി ഇനിയാണ് തിരുവനന്തപുരത്തെ കോൺഗ്രസുകാരുടെ നാടകവേദി, ദരിദ്ര നാടകവേദി.
നിങ്ങൾക്കറിയാവുന്നതുപോലെ കപ്പും കളിക്കോപ്പും വിൽക്കാൻ ഇന്ത്യയിലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന കോർപ്പറേറ്റ് കമ്പനി ക്രമേണ നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരം കവർന്നെടുക്കുകയും ഒരു വൈസ്രോയിയെ നിയമിച്ചുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ മുച്ചൂടും കൊള്ളയടിക്കുകയും ചെയ്തു. ഇന്നിതാ നാം നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യ രാജ്യം വീണ്ടും അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. അംബാനി, അദാനി കോർപ്പറേറ്റ് കമ്പനികൾ നിയമിച്ച പുത്തൻ വൈസ്രോയി നരേന്ദ്രമോദി ഈ നാടിനെ മുച്ചൂടും കൊള്ളയടിക്കുന്നു. അംബാനിയുടെ അളിയനെ റിസർവ് ബാങ്ക് ഗവർണറായി നിയമിച്ച് കൊള്ളയടിക്ക് ആക്കം കൂട്ടിയിരിക്കുന്നു. കേസ് നമ്പർ 1 നവംബർ 8, 2016 പ്രതി വൈസ്രോയി നരേന്ദ്രമോദി. ജനകീയ വിസ്താരം നടക്കട്ടെ. യാത്രക്കാരൻ: ഇപ്പോൾ ആ 2000 രൂപ കൊണ്ട് എനിക്ക് യാതൊരു നേട്ടവുമില്ല. അന്തം വിട്ട് നിൽക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. ഇങ്ങനെയൊക്കെ കുഴപ്പിച്ച നടപടിയെടുത്ത നരേന്ദ്രമോദിയെ തൂക്കിലേറ്റുക. ആശുപത്രി രോഗി: അത്യാവശ്യത്തിന് ചോദിച്ചിട്ട് ബാങ്ക് പണം തന്നില്ല. ചെക്ക് സ്വീകരിക്കാൻ ആശുപത്രിയും തയ്യാറായില്ല. എൻ്റെ കുഞ്ഞിൻ്റെ വിരൽ തുന്നി ചേർക്കാൻ കഴിഞ്ഞില്ല. ഈ വിധം എന്നെ തകർത്ത നടപടി സ്വീകരിച്ച നരേന്ദ്രമോദിയെ തൂക്കിലേറ്റണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ആറാം സാക്ഷി കച്ചവടക്കാരൻ: കച്ചവടക്കാരനെ ആത്മഹത്യയെ മുനമ്പിലെത്തിച്ച നരേന്ദ്രമോദിയെ തൂക്കിക്കൊള്ളണം. ജനപക്ഷ വക്കീലിന്റെ ആർഗ്യുമെന്റ്സ്. യെസ് യുവർ ഓണർ. സാക്ഷിമൊഴികളിൽ നിന്ന് പ്രതി കുറ്റം ചെയ്തുവെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. തികഞ്ഞ വിശ്വാസവഞ്ചന കാണിച്ച നരേന്ദ്രമോദിയെ അയാൾ സ്വയം സമ്മതിച്ച തൂക്കുകയർ നൽകണമെന്ന് ഈ കോടതിയോട് താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. മോഡിയുടെ വക്കീൽ. ഫോർ ദി അക്യൂസ്ഡ് യുവർ ഓണർ. നേരത്തെ തന്നെ പ്രഖ്യാപിച്ച തൂക്കുകയറിൽ നിന്നും എൻ്റെ കക്ഷിയെ രക്ഷിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് അഭ്യർത്ഥിക്കുന്നു. താങ്കൾ ഇപ്പോൾ വഹിക്കുന്ന സ്ഥാനത്തിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്ത് വിധിച്ചിരിക്കുന്നു. താങ്കൾ ഉടൻ തന്നെ രാജിവെച്ച് ഈ സ്ഥാനത്ത് നിന്ന് പുറത്തു പോകണം എന്നാണ് ഈ കോടതി വിധിക്കുന്നത്. എന്നെ തൂക്കിക്കൊല്ലൂ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് കടന്നു വന്ന പ്രതിയെ നാടകത്തിൽ പോലും തൂക്കിക്കൊല്ലാൻ പറ്റാത്ത ഭാവനാദരിദ്രരായ ഈ കോൺഗ്രസുകാരെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പൊളിമിക്സ് വിധിക്കുകയാണ്. എന്നിട്ട് കർട്ടൻ താഴ്ത്തുകയാണ്. നന്ദി, നമസ്കാരം.